ഹലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പാലപ്പുലാവെന്നോ പാലപ്പ് റൈസെന്നോ ഒക്കെ പറയാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഞാൻ 1.5 പിടി പാലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ചെടുത്തത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇത് സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ജീരകം ഒന്ന് പൊട്ടി വരുമ്പം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് കൊടുത്തതും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പാലൊക്കെ അരച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്താലും മതി കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് 1 പിടി ഗ്രീൻ ബട്ടാന ഉണ്ടല്ലോ, ഗ്രീൻ പീസ് അതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ആണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊന്നും അരിഞ്ഞിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ അതും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതും. അപ്പോൾ ഇത് വഴറ്റി നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നില്ലേ പാലൊക്കെ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പാലക്കിൻ്റെയൊക്കെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് സൈഡിലോട്ടൊന്ന് ആക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ട് പിന്നെ ചോറിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ പക്ഷേ മുട്ടയൊന്നും ഒഴിക്കുന്നില്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അതും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 2 കപ്പ് എന്നുള്ളത് 2.5-3 കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഉടയാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും പിന്നെ ഒരിത്തിരി മല്ലിയിലയും കൂടി എടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടിട്ടം കുത്തി ഇളക്കി ഒന്ന് ഒരുമാതിരി കുഴഞ്ഞ പോലെ ആക്കരുത്, ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അഥവാ ഇത്തിരിയൊക്കെ ഒന്ന് കുഴഞ്ഞ പോലെ തോന്നിയാലും ചൂടാറുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കാണാനും നല്ല ഭംഗിയായിട്ടുള്ള ഈസി ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയുടെ കൂടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.